നമസ്കാരം. ഗൾഫ് വാർത്തകൾ. കുവൈറ്റിൽ പഴകിയ മത്സ്യം കണ്ടെത്തിയ 11 മത്സ്യ സ്റ്റാളുകൾ പൂട്ടിച്ചു. മനുഷ്യ ഉപഭോഗത്തിന് അനുയോജ്യമല്ലാത്ത മത്സ്യം പ്രദർശിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യുന്നതായി കണ്ടെത്തിയിരുന്നു. ബെസ്റ്റ് ഫിനാൻഷ്യൽ ഇന്റർ ഇൻഡെക്സിന്റെ 37ാമത് പതിപ്പിൽ ആഗോളതലത്തിൽ കുവൈറ്റ് 80ാം സ്ഥാനത്താണ്. കുവൈറ്റിലെ ഹവലിയിൽ ട്യൂണിസ് സ്ട്രീറ്റിലെ ഒരു പ്രശസ്ത മാളിന് സമീപം സുരക്ഷാ ഉദ്യോഗസ്ഥനായി വേഷമിട്ട് ഒരു വിദേശിയെ കൊള്ളയടിച്ചയാൾക്കായി അന്വേഷണം തുടരുന്നു. റമദാനോട് അനുബന്ധിച്ച് മത്സരത്തിൽ സമ്മാനം നേടിയെന്ന് അറിയിച്ച് പണം തട്ടിപ്പിന് ശ്രമിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി അബുദാബി പോലീസ്. റമദാനോട് അനുബന്ധിച്ചിട്ടുള്ള വ്യാജ മത്സരങ്ങളിൽ വഞ്ചിതരാകരുതെന്ന് പോലീസ്. ഒമാനിലെ ടൂറിസം മേഖലയിൽ തൊഴിൽ നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനായി പരിശോധനകൾ ശക്തമാക്കി പൈതൃക ടൂറിസം മന്ത്രാലയം. ഒമാനിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി ഗോദാവർത്തി വെങ്കട ശ്രീനിവാസിനെ ഒമാനെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി വിദേശകാര്യ മന്ത്രാലയമാണ് നിയമിച്ചത്. റമദാന്റെ അവസാന 10 ദിവസമായതോടെ മക്കയിലെ ഗ്രാൻഡ് മോസ്കിലെത്തുന്നത് ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇന്നലെയും ഇന്ന് പുലർച്ചെയുമായി ഹറമിലെത്തിയത് 30 ലക്ഷം സന്ദർശകരാണ്. അബുദാബിയിൽ വാഹനം മറിഞ്ഞ് മലയാളി യുവാവിന് ദാരുണാന്ത്യം. തിരുവനന്തപുരം സ്വദേശിയായ ശരത്താണ് മരിച്ചത്. 37 വയസ്സായിരുന്നു.